അൻവറിന്റെ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ 1.5 വർഷത്തിനിപ്പുറം എടവണ്ണ റിദാൻ വധക്കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. കേസിൽ പോലീസ് കുറ്റപത്രം കെട്ടിച്ചമച്ചുവെന്നാണ് അൻവർ ഉന്നയിച്ച ആരോപണം. അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്ത റിദാന്റെ ബന്ധുക്കൾ കേസിൽ ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. മരിച്ച റിദാനുമായിട്ട് വേറെ ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല. ഇപ്പം തെളിവിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി ആ വൈരാഗ്യത്തിനാണ് ഇവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് അവിടെ ബ്രേക്ക് ചെയ്യണം. 2023 ഏപ്രിൽ 22 ഒരു പെരുന്നാൾ ദിവസമാണ് എടവണ്ണയിലെ ചെമ്പക്കൂത്ത് സ്വദേശിയായ റിദാൻ ബാസിലിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. ഏപ്രിൽ 24 തന്നെ റിദാന്റെ സുഹൃത്ത് മുഹമ്മദ് ഷാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റിദാനോടുള്ള ഷാനിൻ്റെ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പോലീസ് പറഞ്ഞത്. കേസിലെ 7 കൂട്ടുപ്രതികളും അറസ്റ്റിലായി. ഷാനിൻ്റെ ജോലി നഷ്ടപ്പെടാൻ കാരണം റിദാനാണെന്നും ഈ വൈരാഗ്യത്തിലാണ് കൊല നടത്തിയതെന്നുമാണ് പോലീസ് കുറ്റപത്രത്തിലുള്ളത്. സാമ്പത്തിക ഇടപാട് ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞ റിദാനെ വിളിച്ചു വരുത്തി വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് റിപ്പോർട്ട്. 3 ബുള്ളറ്റുകളാണ് റിദാന്റെ ശരീരത്തിൽ തറച്ചിരുന്നത്. സ്വർണ്ണക്കടത്തിൻ്റെ വിവരങ്ങൾ അറിയുന്നത് കൊണ്ടാണ് റിദാൻ കൊല്ലപ്പെട്ടതെന്നും ഇതിൽ പ്രതി പോലീസാണെന്നും അൻവർ ആരോപിക്കുന്നു. ഇതിനു പിന്നിൽ SP സുജിത് ദാസിൻ്റെ സംഘമാണെന്നും അൻവർ പറഞ്ഞു. ഈ മരിച്ചവൻ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കിക്കൊണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി. അതിൽ പരാജയപ്പെട്ടു. മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഷാൻ തന്നെയാണ് കൊലപാതകിയെന്നും കൊലയ്ക്ക് പിന്നിലെ ദുരൂഹത പുറത്തു വരണമെന്നും റിദാന്റെ കുടുംബം പ്രതികരിച്ചു. ഷാൻ എന്ന വ്യക്തി എന്നോട് പറഞ്ഞു 3 മാസം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങി ഒരു 40 ലക്ഷം രൂപ ഞങ്ങൾ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ സെറ്റിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരാളുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും വിടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യത്തിന് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. PV അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് റിദാന്റെ കുടുംബം. പോലീസിലെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.